എവിടെ പോണം? തൂ വെച്ചോ? തൂ അകത്തെ തൂ വയ്ക്കുള്ളൂ. തൂ വെച്ചോ? നല്ലൊരു മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. സത്യത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്നാൽ നമ്മൾ ഡേ 7 സീരീസ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം എടുത്ത ഒരു ഡേ ആണ് കേട്ടോ. പിന്നെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളവർക്ക് കുറച്ച് പേർക്കെങ്കിലും, ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ഞാൻ എന്തൊക്കെയാണ് ഇങ്ങനെ പല ടോപ്പിക്സ് എൻ്റെ ലൈഫ് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ലൈഫ് സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ടും പല കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരൻസിനെ പറ്റി, എൻ്റെ ഹസ്ബൻഡിനെ പറ്റി, എൻ്റെ കുഞ്ഞിനെ പറ്റി, എന്നെപ്പറ്റി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ എന്താ പറയുക, നമ്മളൊരു ഇൻട്രോ ഒക്കെ തന്നാലല്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളറിയണം, നിങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും ഞാനും അറിയണം അല്ലേ. അപ്പം ഞാൻ എന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാനോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അത്രയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അല്ലാതെ നിർബന്ധിച്ച് ലൈക്ക് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഞാൻ വന്ന് വിരൽ തൊട്ട് ലൈക്ക് ചെയ്യില്ല, അത് വേറെ കാര്യം. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നിർബന്ധിച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ബിക്കോസ് എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് മെയിൻലി ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ, എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല, പക്ഷെ എനിക്കൊരു മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ ഉപരി എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരുമെങ്കിലും എന്തൊക്കെയോ എവിടെയൊക്കെ ഈ ആകെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ ഒരു കുറച്ച് പേരെങ്കിലും എൻ്റെ ഒരു 50% ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് ഗെയിൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. പിന്നെ എനിക്കതൊരു സന്തോഷം, ഇത്ര പേര് കണ്ടല്ലോ, അപ്പോൾ ഇത്രയും പേർക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അവരുടെ ലൈഫിൽ ആഡ് ആവുകയാണെങ്കിൽ ആവട്ടെ. ഞാൻ ഭയങ്കര ഒരു പുലിയാണെന്നോ എൻ്റെ ലൈഫ് ഭയങ്കര ഇങ്ങനെ വാല്യൂബിളായിട്ട് നിൽക്കുകയാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും നമ്മളെ ഓരോരുത്തരെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ അമ്മയുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ, അല്ലെങ്കിൽ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമല്ലേ പറയണേ എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിൻലി പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളായിട്ട്. അപ്പം ഇനി നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. രാവിലെ തന്നെ നല്ല പല്ലുവേദന ഉണ്ടായിരുന്നുകൊണ്ട് ഐസ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്, പ്ലസ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി ചെയ്യണമായിരുന്നല്ലോ. ജോലിയൊക്കെ നമ്മളിങ്ങനെ ബാങ്ക് കോച്ചിങ്ങിന് പോയ കാര്യങ്ങളും 7 വർഷം ഞാൻ കളഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും റിഗ്രറ്റ് ചെയ്യും, പല കാര്യങ്ങളും റിഗ്രറ്റ് ചെയ്യില്ല. ഏതൊരു കാര്യം ലൈഫിൽ എന്ത് കാര്യത്തിൽ നമ്മൾ താഴ്ന്നു പോയാലും അതിനെപ്പോഴും ഒരു അപ്പ് ഉണ്ടാവുമെന്ന് എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടോ. പണ്ടൊക്കെ നമ്മുടെ പാസ്റ്റിൽ പല റിലേഷൻഷിപ്സ് നടന്നപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് ഒരിക്കലും ഒരു ജന്മത്ത് പോലും എനിക്ക് നല്ലൊരാളെ കിട്ടില്ല, ഞാനാണോ ഇനി മോശം, ആളാണോ മോശം എന്ന് ചിന്തിച്ചിട്ട് കൂടുതൽ എൻ്റെ തന്നെ ഞാൻ പഴിചാരി ഇരുന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഞാനൊരു ബെറ്റർ പേഴ്സൺ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയാൻ, ഓപ്പൺലി പറയാൻ, പൊതുസ്ഥലത്ത് എനിക്ക് സ്റ്റേജ് ഫിയർ നന്നായിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഒരു ആംബിവേർട്ടാണ് എനിക്ക്. ഞാൻ എന്താ പറയുക, ഇൻട്രോവേർട്ടുമാണ് എക്സ്ട്രോവേർട്ടുമാണ്, എൻ്റെ ഇടയിലൊരു ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരാളായിട്ട് കണക്റ്റ് ആവുന്നവരടുത്ത് മാത്രമേ ഞാൻ നന്നായിട്ട് സംസാരിക്കുകയുള്ളൂ. അപ്പം എനിക്ക് പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈവൻ എൻ്റെ അമ്മയുടെ അടുത്താണല്ലോ അച്ഛൻ്റെ അടുത്താണെങ്കിൽ പോലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിനേക്കാളും വേണ്ടാത്ത കാര്യങ്ങൾക്കായിരിക്കും ഞാൻ അവരോട് തർക്കിക്കുക. വേണം എന്നുള്ള ഒരു കാര്യത്തിന് ഞാൻ അവരോട് ഇതുവരെ തർക്കിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെയല്ല, ഒരു 3 years മുന്നേ വരെ ഞാൻ തർക്കിച്ചിട്ടേ ഇല്ല. വേണ്ടാത്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തർക്കിക്കും, ചുമ്മാ തർക്കിക്കും, വെറുതെ എങ്കിലും ഒരു രസം, തർക്കിക്കാനൊരു രസം, അങ്ങനെ തർക്കിക്കും കേട്ടോ. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഞാൻ ഇപ്പം വേണം എന്നുള്ള കാര്യം സംസാരിക്കാനും വേണ്ട എന്നുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ കുറച്ചൊക്കെ ഇപ്പം അമ്മയൊക്കെ കേൾക്കണമെന്നിരിക്കും, അവളാണ് വിട്ടുകൊടുക്കാൻ നിൽക്കണമെന്നൊക്കെ.
അങ്ങനെയല്ല കേട്ടോ. പല കാര്യങ്ങൾക്ക് നമുക്കൊരു ഇഷ്ടം ഒരാളോട് ഭയങ്കരമായിട്ട് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കും. അങ്ങനെ ചില കാര്യങ്ങൾക്ക് ഇപ്പം ഞാൻ തലയാട്ടി കൊടുക്കാറുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചൊറിഞ്ഞ് സംസാരിക്കുന്നതോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്ന് ഞാൻ ഉടനെ തന്നെ തിരിച്ചു പറയും. ചിലപ്പം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെയും പറയുമായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ ഭർത്താവിനോട് ജീവിക്കാൻ പോയതിന് ശേഷം ആളുടെ ഒരു ലവ് ലാംഗ്വേജസ് അനോയ് ചെയ്യുക, നമ്മളെ എങ്ങനെയെങ്കിലും അനോയ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ ചൊറിയുക. അത് തന്നെ പച്ച വളർത്തി പറഞ്ഞാൽ ചൊറിയുക. അപ്പോൾ ഈ ചൊറിച്ചിൽ ഇപ്പം എനിക്കൊരു ശീലമായി. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ചൊറിയുന്നത് വളരെ കുറവാണ്. അവർ സ്നേഹമാണെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കും, ദേഷ്യമാണെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും. അങ്ങനെ ഇവിടെ അങ്ങനെയല്ല, ദേഷ്യം സ്നേഹം എല്ലാം പ്രകടിപ്പിക്കുക. ചില സമയത്ത് ഞാൻ വിചാരിക്കും ശരിക്കും ചൊറിയുന്നതാണോ അതോ തമാശ പറയണതാണോ എന്നെനിക്ക് മനസ്സിലാവാറില്ല കേട്ടോ. അങ്ങനെ ഇരിക്കാറുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ വേണമെന്നും പറഞ്ഞ് തർക്കിച്ച് തന്നെ നേടാറുമുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ട അല്ലേ, എന്തിനായിരിക്കും അവരങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് എന്ന് ചിന്തിക്കാറെങ്കിലും ഉണ്ട്. പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടൊരാളായിരുന്നു. എന്ത് ഞാൻ പറയണോ അത് മാത്രമാണ് ശരി. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പറയുക. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയൊരു ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ചുറ്റുമുള്ളവർ എന്ത് ചിന്തിക്കുന്നതിനുപരി ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിലാണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പണ്ടൊക്കെ ഞാൻ ഒരു കാര്യത്തിനും വിട്ടുകൊടുക്കാതിരുന്ന ഞാൻ ഇപ്പോൾ പല കാര്യങ്ങൾക്കും വിട്ടുകൊടുക്കാൻ തുടങ്ങിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കൊന്ന് കുഞ്ഞു വന്നതിന് ശേഷം ആയിരിക്കും അവൻ്റെ അടുത്ത് പേഷ്യൻ്റ്ലി ബിഹേവ് ചെയ്യാനും എന്ന് ചില സമയത്ത് പൊട്ടിത്തെറിക്കാറുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പേഷ്യൻ്റ്ലി ബിഹേവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കാം എനിക്ക് എന്തോ പല കാര്യങ്ങളും എന്തോ ആവട്ടെ എന്ന് തോന്നി തുടങ്ങിയത്. കാരണം പല കാര്യത്തിനും വാശി പിടിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, പല്ല് തേക്കാൻ സമ്മതിക്കില്ല. അപ്പം ഫീഡ് ചെയ്തിട്ട് ഉറക്കത്തിൽ കഴുകാതെ പല്ല് 4 പല്ല് ഫ്രണ്ടിലെ 4 പല്ല് പോയി കേട്ടോ. അപ്പോൾ രാത്രി നിർബന്ധമായിട്ടും എങ്ങനെയെങ്കിലും പല്ല് തേപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തല കുത്തി പല്ല് തേപ്പിക്കുകയാണ്. ബഹളം വയ്ക്കും, വാശി വയ്ക്കും. ഞാൻ പക്ഷേ ഇപ്പോൾ ഭയങ്കര കൂളാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. ഇപ്പം എനിക്ക് വലിയൊരു തട്ടിമുട്ടും ഇല്ലാതൊക്കെ പോവാം കേട്ടോ. അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഞാൻ മാറി. എനിക്ക് തോന്നുന്നു അവൻ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് എനിക്ക് ഈ ഇരട്ടച്ചങ്കൊക്കെ വന്നൊരവസ്ഥയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പല കാര്യങ്ങളും മുഖത്ത് നോക്കി പറയാതിരുന്ന ഞാൻ ഇപ്പം മുഖത്ത് നോക്കി ആരുടെയും എന്തും എനിക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണെന്നും എനിക്കിപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോകാട്ടോ എന്ന് പറയുന്നതിൻ്റെ ഒരു പണ്ടൊക്കെ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നതൊക്കെ ഫീലാകുമോ എന്ന് വിചാരിച്ച് ഞാൻ ഫീലായിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പല പ്രാവശ്യം പല കാര്യങ്ങളും പറയണ്ടെന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. എനിക്കിപ്പോൾ എന്ത് മനസ്സിൽ തോന്നുന്നു അത് ഞാൻ പറയും. അതെനിക്ക് തോന്നുന്നത് എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചതിന് ശേഷം ഉണ്ടായ ഒരു വലിയ ചേഞ്ചാണ്. എനിക്ക് വലിയ ചേഞ്ച്. ഇപ്പം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം. പിന്നെ ഹസ്ബൻഡിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, നമുക്ക് എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത് ആ ഫീലിങ്സ് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലാതെ ഇവർക്ക് ഈ മന്ത്രമോതിരമൊന്നുമില്ല നമ്മുടെ മനസ്സറിയാൻ. അതുകൊണ്ട് എനിക്കിപ്പോൾ സങ്കടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് അറിയാറുണ്ട്. ചില സമയത്ത് എന്താ ഫീലിംഗ് എന്ന് പോലും മനസ്സിലാവാതിരിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് എന്താ ഫീലിംഗ് മനസ്സിലാവുന്നില്ല എന്നും പറയും. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇടയിൽ ആദ്യം ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ, എൻ്റെ പോസ്റ്റ്മോർട്ടം അങ്ങനത്തെ കുറച്ച് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഡിഫിക്കൽട്ടീസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള തെറപ്പിക്ക് പോയതും അങ്ങനത്തെ കുഞ്ഞു കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോസൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചച്ചാ ബൈ ബൈ, സി യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ.